നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ സ്വഭാവം വെച്ച് ഞാൻ പലതും കണ്ടുപിടിക്കുമെന്നും അതോടെ എല്ലാം തീരുമെന്നും ഇവിടെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാ എന്റെ കണ്ണു മൂടിക്കെട്ടാൻ എല്ലാവരും ശ്രമിക്കുന്നത്. പക്ഷേ അമ്പിളി അങ്ങനെ വിട്ടുതരുമെന്ന് നിങ്ങൾ കരുതണ്ട. എന്റെ ഒറ്റ മിടുക്കൊണ്ടാ നിങ്ങൾ ഈ നിലയിൽ എത്തിയതെന്ന് മാത്രം ഓർത്താ മതി. പിന്നെ അവളൊരു മിടുക്ക് എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കും. പോകാൻ വരട്ടെ, പറയാനുള്ളത് പറ, എന്നിട്ട് പോയാ മതി. രഘു വന്ന് കയറിയപ്പോ തന്നെ അമ്പിളി തുടങ്ങി വെച്ചിരു. ഇതിവിടെ കുറച്ചു ദിവസമായിട്ടുള്ളത് അച്ഛനത് ശ്രദ്ധിക്കണ്ട. ശ്രദ്ധിക്കണ്ടെന്ന് പറഞ്ഞ എങ്ങനെയാ ചേച്ചി? ഇതിനൊരു അവസാനം വേണ്ടേ? അച്ഛൻ ഇത് രണ്ടുപേരെയും വിളിച്ചു ചോദിക്കണം. ഇതൊക്കെ അവനവൻ മനസ്സ് വെച്ച ഒഴിവാക്കാവുന്ന പ്രശ്നങ്ങളാ. എന്നാൽ നിങ്ങളുടെ അനുചേച്ചി അനുഭവിക്കുന്ന എന്താണെന്ന് നിങ്ങൾക്ക് അറിയൂ. ഒരു തെറ്റും ചെയ്യാതെ വലിയൊരു നിയമക്കുരുക്കിൽ പെട്ടുകിടക്കുകയാണ് അവൾ. ഫുഡ് പോയ്സൺ ഉണ്ടായതിന്റെ പേരില് അനുചേച്ചിക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറ്റില്ലെന്നല്ലേ ഉള്ളൂ. വേറെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉവ്വ്, ആഹാരത്തിൽ വിഷം കലർത്തിയത് അനുമോളാണെന്ന തരത്തിൽ പോലീസ് തെളിവുണ്ടാക്കിയിരിക്കുക. മനുഷ്യൻ ഒരു സ്വസ്ഥതയും തരില്ലെന്ന് വെച്ചാൽ എന്ത് ചെയ്യും? അമ്മാവാ, ഈ അമ്പിളി ഇങ്ങനെ തുടങ്ങി ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടാ. എനിക്കും ഇങ്ങനെ ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടാ. ബിസിനസിന്റെ പേരും പറഞ്ഞ് തോന്നും പോലെ നടന്ന അത് ജീവിതാവില്ല. അങ്ങനെ തേരാപ്പാരം നടക്കുന്ന ഒരാളെ എനിക്കും എന്റെ മോൾക്കും ആവശ്യമില്ല. ചേച്ചി കേട്ടില്ലേ അമ്മാവാ? എന്തൊക്കെയാ എന്റെ മുഖത്ത് നോക്കി പറയുന്നത് അമ്മാവനിപ്പോ കേട്ടില്ലേ? ഞാൻ പറയുന്നതാണോ കുറ്റം? നിങ്ങൾക്ക് എന്തും കാണിച്ചു കൂട്ടാ അല്ലേ? മതി, നിർത്ത രണ്ടാളും. നിങ്ങൾക്ക് രണ്ടാൾക്കും വഴക്കിടാനുള്ള സ്ഥലം ഇതല്ല. ഇത് അനുവിന്റെ വീടാ. ഇവിടെ കുറച്ച് സ്വസ്ഥത വേണം. നിങ്ങൾക്ക് വഴക്കിട്ടേ ജീവിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പഞ്ചരത്നത്തിലേക്ക് വെക്കോ. അതല്ലെങ്കിൽ സ്വന്തമായി വേറൊരു ഇടം കണ്ടെത്ത്. നാളെ ഞാൻ തന്നെ പോയി അനുമോളെയും കൂടി കൂട്ടിക്കൊണ്ടുവരും. അവളിപ്പോ ഇന്ദ്രന്റെ വീട്ടിൽ അനുഭവിക്കുന്ന പ്രതിസന്ധി എന്താണെന്ന് നിങ്ങൾ ആരെങ്കിലും പോയി അന്വേഷിച്ചിരുന്നോ? ഇല്ലല്ലോ. വീട്ടുകാർക്ക് വിഷം കൊടുത്തു എന്ന ആരോപണത്തിൽ അനുമോളെ നാളെ പോലീസ് ചോദ്യം ചെയ്യാൻ പോവാ. പോലീസിന് അവളെ വിട്ടുകൊടുക്കാതിരിക്കാൻ അനുവിനെ നാളെ അവിടുന്ന് വിളിച്ചുകൊണ്ട് പോകണമെന്ന് എന്നെയാണ് വിളിച്ച് പറഞ്ഞിരിക്കുന്നത് ഇന്ദ്രൻ. ഇവിടെ കൊണ്ടുവന്നാലും അവള് സുരക്ഷിതയൊന്നല്ല. പിന്നെ എന്ത് ചെയ്യണമെന്നറിയാതെ മനുഷ്യനിവിടെ തല പുകഞ്ഞിരിക്കുമ്പോഴാ. പരസ്പരം ചെളിവാരി എറിഞ്ഞുള്ള വില കുറഞ്ഞ നാടകം വേണ്ട. എന്റെ കാലശേഷം ഈ കുടുംബം നിലനിർത്തിക്കൊണ്ട് പോവേണ്ടവർ തന്നെയാ കുത്തഴിഞ്ഞ് നടക്കുന്നത്. കഷ്ടം തന്നെ നിങ്ങളുടെ കാര്യം. എന്തിനാ നിർത്തിയത്? അച്ഛാ